1 കൊരിന്ത്യർ 14:5 എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? അന്യഭാഷകളിൽ സംസാരിക്കണം. അത് കിട്ടാത്തവർ ഇന്ന് കൊതിച്ചോണ്ടിരിക്കണം. നിനക്ക് ആദ്യം ഭാഷാവരം ദൈവം തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. പൗലോസ് പറയാ കൊരിന്ത്യയിലുള്ളവരോട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? അന്യഭാഷകളിൽ സംസാരിക്കണം. അതവിടെ നിർത്തിയിട്ട് 18-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷ സംസാരിക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ അന്യഭാഷ പറയുന്നവനെ അന്യഭാഷയെ കുറിച്ച് പ്രസംഗിക്കാൻ മിണ്ടുന്നില്ല. അന്യഭാഷ പറയാത്തവൻ പറയും അന്യഭാഷയുടെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. ഇനി പൗലോസ് പറയാ നിങ്ങളെക്കാൾ അധികം ഞാൻ എന്ത് ചെയ്യുന്നു? അന്യഭാഷ പറയുന്നു. ദൈവത്തിന്. ഇനി 14-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വന്നേ. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷ കൊണ്ട് നിൽക്കരുത്, നിങ്ങൾ പ്രവചിക്കണം. എന്തുവാ? പ്രവചിക്കണം. ഒരു നല്ല ഹാല്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? പ്രവചിക്കണം. അങ്ങനല്ലയോ? നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ എല്ലാവരും അന്യഭാഷയെ സംസാരിക്കണം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? പ്രവചിക്കണം. അന്യഭാഷ കൊണ്ട് നിർത്തിയിട്ടുള്ള ആരേലും ഉണ്ടേ? ദൈവാത്മാവ് പറയുക ആ തലത്തിൽ നിന്ന് പ്രവചിക്കുന്ന തലത്തിലേക്ക് ഉയരണം. അപ്പൊ എല്ലാരും പ്രവചിക്കണം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിലെ 40 ലക്ഷത്തെ വിടുവിച്ചോണ്ട് പുറത്തിറങ്ങിയത് മോശയാ. ദൈവം മോശയാ ഉപയോഗിച്ച്. ഒരു കഴിവുമില്ല സത്യത്തിൽ. നാട്ടുകാർ പറയുന്ന വിക്കനാന്ന. സ്തോത്രം. ശ്രദ്ധിക്കണം. മോശ ഒരിക്കൽ ദൈവത്തോട് അങ്ങ് പരാതി പറഞ്ഞു, കർത്താവ് എനിക്ക് ഇവരെ വഹിക്കാൻ പറ്റുകയില്ല. 1000 നമുക്ക് വഹിക്കാൻ പറ്റുന്നില്ല, അപ്പൊ 40 ലക്ഷത്തെയോ പറ പറ്റുമോ? മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് വയ്യ. സ്തോത്രം. ഒരു കൊച്ചിനെ എടുത്തോണ്ട് നടക്കുന്നില്ല, ഞാനെന്മാരെ എടുത്തോണ്ട് നടക്കുക. എനിക്ക് വയ്യ, എനിക്ക് വഹിക്കാൻ വയ്യ. ദൈവം പറഞ്ഞു പേടിക്കണ്ട, ഒരു 70 പേരെ വിളിച്ച് കൂടാരത്തിന് മുമ്പിൽ കൂട്ടാം. നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൽ കുറെ എടുത്ത് 70 പേരുടെ മേലോട്ട് അവർ വഹിച്ചോളൂ. ദൈവത്തിന് എല്ലാത്തിനും പരിഹാരമാണ്. ഉടനെ 70 പേര് ദൈവത്തിന് സ്തോത്രം സമാഗമന കൂടാരത്തിന് മുമ്പിൽ വന്നു. മോശയുടെ മേലിരുന്ന ആത്മാവിൻ്റെ കുറെ എടുത്ത് ഈ 70 പേരുടെ മേലോട്ട് പകർന്നു. അവരെല്ലാം പ്രവചിക്കുന്നു. അന്നേ സമയത്ത് ഒരു കാര്യം ഉണ്ടായി. ഈ 2 പേർക്ക് അവിടെ വരാൻ പറ്റിയില്ല. അവരെവിടായിരുന്നു? അല്ലേ? അവര് പാളയത്തിലായിരുന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ അവര് അവിടെ കിടന്ന് എന്തോ ചെയ്യാൻ തുടങ്ങി? പ്രവചിക്കാൻ തുടങ്ങി. അത് ആരൊക്കെയാന്ന് പറയാമോ? പാസ്റ്റർ പറയല്ലേ. ഇപ്പൊ സമ്മാനം കൊടുക്കാൻ പോവാ. എന്നാ പിന്നെ നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം. അതിലുണ്ട് എൽദാദും എൽദാദെന്നും മറ്റവന് മേദാദെന്നും പേർ. അവര് പാളയത്തിൽ കടന്ന് പ്രവചിച്ചു. ഉടനെ മോശ 2 ആൾക്കാർ ചെന്ന് പറഞ്ഞു, മോശേ ശാസിക്കണം, 2 പേര് പാളയത്തിൽ പ്രവചിക്കുന്നുണ്ട്. ഉടനെ മോശ പറയുക, എന്റെ ജനമെല്ലാം പ്രവാചകരാകണമെന്ന്. അതിന്റെ 28-ാം വാക്യം വായിച്ചേ. 11:28. എന്നാറേ നൂന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷകനായിരുന്ന യോശുവ. 28. 29 വായിച്ചേ. മോശ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും പ്രവാചകന്മാരാകുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. കൊതി മുഴുവൻ എൽദാദും മേദാദും അല്ല, ജനം മുഴുവൻ പ്രവാചകരാകണം. ഒരാമയും വരുന്നില്ല. അപ്പൊ അന്യഭാഷ കൊണ്ട് നിൽക്കരുത്. സ്തോത്രം. അടുത്ത തലത്തിലേക്ക് കയറണം. പ്രവചന വരം വാഞ്ചിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന ആക്കൊന്ന് കൈ കൊടുത്തേച്ച് പറ, പ്രവചന വരം വാഞ്ചിക്കണമെന്ന് പറ. സ്തോത്രം. ഈ പൗലോസിനെ കുറിച്ച് കൊരിന്ത്യയിൽ 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ എഴുതിക്ക, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു. എന്നാ വെളിപ്പാടാ!